ഇതൊന്നും നോർമലി നമ്മുടെ റോഡിൽ കാണാൻ സാധിക്കുന്ന വണ്ടികളല്ല. ഇതൊക്കെ നോർമലി നമ്മുടെ റോഡിൽ കാണാൻ സാധിക്കില്ല. ഇതൊന്നും. ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലെ നൂങ് നൂച്ച് ഗാർഡനിലെ ഒരു കാർ മ്യൂസിയത്തിലാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള, അതായത് നമുക്ക് നോർമലി റോഡുകളിൽ കാണാൻ കഴിയാത്ത ടൈപ്പ് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കാറുകൾ ഇവിടെ ഉണ്ട്. ഇതിന് ഈ നൂങ് നൂച്ച് ഗാർഡനിൽ 2 കാർ മ്യൂസിയം ഉണ്ട്. ഒന്ന് എൻട്രൻസിലുണ്ട്, വേറൊന്നും ഇത്തിരി മാറിയിട്ടാണ്. ഈ കാർ മ്യൂസിയം മിക്കവരും കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് നൂങ് നൂച്ച് ഗാർഡനിൽ കുറച്ച് മാറിയിട്ടാണ്. വേറൊരു കാർ മ്യൂസിയം ഉണ്ട്, അത് ഒരുമാതിരിപ്പെട്ട എല്ലാവരും നോർമലി കാണാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ലോകത്ത്, അതായത് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള കാറുകൾ, അതായത് നോർമലി റോഡുകളിൽ യൂസ് ചെയ്യാൻ സാധിക്കാത്ത വണ്ടികൾ നമുക്കിവിടെ കാണാം. കണ്ടോ, ഇതൊന്നും നമുക്കവിടെ കാണാൻ കഴിയില്ല. എനിക്ക് കാറുകളോട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ടാണ് എൻ്റെ ഈ ചാനലിൽ കൂടുതലും വണ്ടിയായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസ് കാണുന്നത്. ഇതിലും ഞാൻ ടൊയോട്ട മ്യൂസിയത്തിൽ പോയി അതിൻ്റെ 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു വണ്ടിപ്രാന്തൻ അല്ലെങ്കിൽ വണ്ടികളോട് ഇഷ്ടമുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ സംഭവം കാണുമ്പോൾ. എല്ലാവർക്കും ആ ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഇത് കണ്ടോ, ഈ സാധനമൊന്നും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. പണ്ടത്തെ സാധനമാണ്, പണ്ടത്തെ മോഡലാണ്. 3 വീലുള്ളൂ, 3 വീലുള്ളൂ ഇതിന്. സ്റ്റിയറിംഗ് ഒക്കെ നോക്കി, നിങ്ങൾക്കിത് എവിടെയും കാണാൻ കഴിയില്ല ഇങ്ങനത്തെ മോഡൽ. വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് മിനി കൂപ്പറാണത്. ഓക്കെ, മിനി കൂപ്പറിൻ്റെ ഇത് നോക്കിയേ, പണ്ടത്തെ മിനി കൂപ്പറാണ്. കണ്ടോ, ഇത് സുബാറു ആണ്. നമ്മുടെ നാട്ടിലില്ല സുബാറു. ഇത് ലോട്ടസ്, ഇത് നമ്മുടെ നാട്ടിലില്ലാത്ത മോഡലാണ്. മിനി കൂപ്പർ പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ നാട്ടിലുണ്ടാകും. ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല, അങ്ങോട്ടേക്ക് പോവാം, വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോവാം. ഇത് കണ്ടോ, പൊളാരിസിൻ്റെ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ റബ്ബർ എസ്റ്റേറ്റിലൊക്കെ ചായമാരം കൊണ്ട് നടക്കുന്നുണ്ട്. ഇത്രയും അഡ്വാൻസ്ഡ് അല്ല എങ്കിൽ പോലും. പണ്ടത്തെ മോർഗൻ്റെ വണ്ടി സാധനം കിടക്കണുണ്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ എൻജിൻ കണ്ടോ, 2 വീലറിൻ്റെ പോലത്തെ എൻജിനാണ്. ഫ്രണ്ടിലാണ് വെച്ചേക്കുന്നത്, മുമ്പിലാണ് വെച്ചേക്കുന്നത്. കണ്ടോ, ഇതിന് പക്ഷേ ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ. 3 വീലുള്ളൂ. ഈ വണ്ടിയുടെ ഷേപ്പ് നോക്കി നിങ്ങൾ. ഇത് നോക്കി, ഇത് ഞാൻ പറയും, ഇത് ഈ ടൈപ്പ് വണ്ടികളൊന്നും നിങ്ങൾക്ക് ഒരിക്കലും റോഡിൽ കാണാൻ പറ്റില്ല, അല്ലെ എവിടെയും കാണാൻ കഴിയില്ല. ഇങ്ങനത്തെ മ്യൂസിയങ്ങളിൽ പോകുമ്പോഴാണ് നമുക്ക് ഇതേപോലത്തെ സാധനം കാണാൻ കഴിയുക. ഞാൻ നോർമലി ഒരു കൺട്രി പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുക ഇവിടെ എവിടെയെങ്കിലും കാർ മ്യൂസിയം ഉണ്ടോയെന്നാണ്, അല്ലെങ്കിൽ കാറുകളുടെ കളക്ഷനെ പറ്റിയ മ്യൂസിയം ഉണ്ടോയെന്നാണ് ഞാൻ ആദ്യം ചോദിക്കുക. ഇവിടെ നിന്ന് പറയാം, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാസിൻ്റെ സംഭവങ്ങളുണ്ട്. എൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ലോകത്തിൻ്റെ ഡിഫറെൻ്റ് ടൈപ്പുള്ള സൈക്കിൾസ്, ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല സൈക്കിൾ. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ടൈപ്പ് സൈക്കിളുകളൊന്നും. നമുക്കിങ്ങനെ കാണാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്. നോർമലി നൂങ് നൂച്ച് ഗാർഡനിൽ വരുമ്പോൾ ആളുകൾ ഇത് കാണാറില്ല, കാരണം ഇത് ഇത്തിരി മാറിയിട്ട് ഉള്ളിലായിട്ടാണ്. പെട്ടെന്ന് തിരിച്ചറിയാൻ ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് നോക്കിയോട്ടാ, മോട്ടർ മെർക്കുറിയിലാണ്. റെനോൾട്ടിൻ്റെ വണ്ടി, റെനോൾട്ടിൻ്റെ. ഡെൻസോ, സുബാരുടെയാണ്. ഇതാ മിസ്തുബിഷി. ഞാൻ എവിടെ പോയാലും ആദ്യം നോക്കണം മിസ്തുബിഷി ഉള്ളതാണ്. കാരണം എനിക്കൊരു മിസ്തുബിഷി ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ആൻസർ എന്ന് പറഞ്ഞ മോഡലാണ്. ഇവിടെ എന്താ പേരെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു ഭംഗിയുണ്ട് വണ്ടിയുടെ. എന്താ ലുക്ക്. മെഴ്സഡീസ്, ഇത് ലോട്ടസ്. ലോട്ടസ് നമ്മൾ അവിടെ കണ്ടിരുന്നു. ലോട്ടസിൻ്റെ വേറൊരു മോഡലാണത്.
പുറത്തുണ്ട്. പഴയ മിനി കൂപ്പർ, സുബാരു. ഇവിടെ സുബാരുടെ വണ്ടി കുറച്ച് കൂടുതലാണ്. ദ ഹോണ്ട, ബ്യൂട്ടിഫുൾ ഹോണ്ട. ലോട്ടസ്. KTM-ൻ്റെ കാർ ആരും കണ്ടിട്ടില്ല? കണ്ടോ KTM-ൻ്റെ കാർ? അത് ആരും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയുന്നു, KTM-ൻ്റെ ബൈക്കുകളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കാർ കാണാനുള്ള സാധ്യത കുറവാണ്. മോനെ മസ്താങ്. എൻജിൻ നോക്കി, എൻജിൻ സ്പെക്ക് പണത് വെച്ചാൽ നോക്കി, ടർബോ ചാർജർ വെച്ചാൽ നോക്കി. എൻ്റെ പൊന്നോ, അകത്തോട്ട് കയറാൻ പറ്റില്ല. അമ്മമാർ ഇത് വെച്ചിട്ട് തടഞ്ഞു വെച്ചാൽ അങ്ങനെയാണ്. ടർബോ ഹിറ്റ് കാണും. പോർഷനത്. വണ്ടിയുടെ ഓടിക്കാൻ കൊണ്ടുപോട്ടെ, പാർക്ക് ചെയ്യണോ? ഇടക്കിടക്ക് ഇവർ ഓടിക്കാറുണ്ട് ഈ വണ്ടികളുടെ അടുത്ത്. ഞാൻ പറയാം, ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷനുള്ള വണ്ടികളാണ്. എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. എല്ലാം വെറുതെ വെച്ചിരിക്കുന്നതല്ല, ഇതിവിടെ അടുത്ത് ഓടിക്കാറുണ്ട്. ഇത് റാഡിക്കൽ എന്ന് പറഞ്ഞ മോഡലാണ്, ഓസ്ട്രേലിയൻ കമ്പനിയാണ്. ഗുഡ്. പുള്ളി ഇറങ്ങുന്ന ഒരു രീതിയാണ്ടോ. ആദ്യം തന്നെ ആ സ്റ്റിയറിംഗ് ഊരിയിട്ട് പുറത്ത് വെച്ച്, ഞാൻ സ്റ്റിയറിംഗ് എടുത്ത് ഫിറ്റ് ചെയ്തു. ഇറങ്ങണമെങ്കിലും കയറണമെങ്കിലും ആ സ്റ്റിയറിംഗ് ഊരണം. ഇത് ആ കാർ മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് മ്യൂസിയമാണ്. ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിലുള്ളത് സെക്കൻഡ് മ്യൂസിയമാണ്, ഇത് ഫസ്റ്റ് മ്യൂസിയമാണ്. ഞാൻ പറഞ്ഞു, നൂനൂച്ച് ഗാർഡനിൽ 2 മ്യൂസിയം ഉണ്ട്. ആദ്യം കാണിച്ച മ്യൂസിയം മിക്കവരും കണ്ടിട്ടുണ്ടാവില്ല, ഇത് രണ്ടാമത്തെ മ്യൂസിയമാണ്. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും അപൂർവമായ വണ്ടികൾ, പല ടെറൈനിലോടുന്ന വണ്ടികൾ. ഇതൊന്നും മിക്കവാറും നമ്മുടെ കേരളത്തിലുള്ളവർ കണ്ടിട്ടുണ്ടാവാൻ സാധ്യത, വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കണ്ടിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് വെള്ളത്തിലും ലാൻഡിലെല്ലാം ഓടുന്ന ടൈപ്പ് ഇതാണ്. ഹമ്മർ, നമ്മുടെ ലോറിനേക്കാളും ഹൈറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. ബെൻസിൻ്റെ, മെഴ്സഡീസിൻ്റെ ലോറി, ഫോർഡിൻ്റെ വണ്ടി. ഇത് ഈ വണ്ടിയില്ലേ, ഇത് ഒറിജിനൽ ഏതാണോ ആ ടി വിയിൽ കാണിക്കണോ? ആ വണ്ടിയാണ് ഈ കിടക്കുന്നത്, ഒറിജിനൽ ആ സെയിം സാധനം കണ്ടോ. മിക്ക വണ്ടികളിലും വെച്ചിട്ടുണ്ട് അങ്ങനെ. ഈ വണ്ടിയാണ് ഈ കിടക്കുന്നത്, അതിൻ്റെ ഉൾഭാഗമാണ്, ഈ വണ്ടിയുടെ ഉൾഭാഗമാണ് കാണിക്കുന്നത്. നോക്കി കേട്ടോ. നോക്കിയോട്ടോ, ഈ വണ്ടിയാണ് ഇത് ഇവിടെ കാണിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ഈ കിടക്കുന്ന വണ്ടിയാണ് ഈ ടി വിയിൽ കാണിക്കുന്നത്. രണ്ടും കണ്ടോ.
ഇതൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളാണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞത് ലോകത്തിലെ അപൂർവമായ വണ്ടികളാണ് ഇതൊക്കെ. നമുക്ക് നോർമലി എവിടെയും കാണാൻ പറ്റാത്ത ടൈപ്പ് വണ്ടികളാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചു, സ്റ്റിയറിംഗ് പോലെയല്ല, ഹാൻഡിലാണത്. 2 വീലർ ഓടിക്കുന്ന പോലെ ഓടിക്കുന്ന വണ്ടിയാണത്. അപ്പോൾ എന്തുമാത്രം ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കി. കണ്ടോ, ഹാൻഡിലാണ്. ഇത് നമ്മുടെ ജിപ്സി പോലത്തെ വണ്ടിയാണ്. ബാക്ക് കണ്ടോ കെട്ട്. ഇത് ക്യാമ്പർ വാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതിനകത്ത് അത്ഭുതം, ഈ വണ്ടികളൊക്കെ റണ്ണിങ് കണ്ടീഷനാണ്. ചില സമയത്ത് വരുമ്പോൾ ഈ വണ്ടികളൊക്കെ ഓടിക്കുന്നതാണോ. ബെൻസിന് വണ്ടി, ട്രക്കാണത്.